വിട്ട്, ചാടി വിട്ട്, താഴെ വിട്ട്, കമിഴ്ന്നെടുത്ത് വിട്ട്, ചരിഞ്ഞു വിട്ട്, ഇടത്തോട്ട്, വലത്ത്, അങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വിട്ടണ്ട. എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നമ്മള് സണ്ണിയന്റെ ഇത് ഗുണ്ടാ സംഘം തന്നെ ഇവിടെ കിടന്ന് ഈ പയ്യന്മാരച്ചോണ്ട് നിങ്ങൾ എന്തോ നീ കാണിക്കുന്നത്? അത് പറഞ്ഞാൽ ഈ പയ്യന്മാരെ പുതിയതായിട്ട് നമ്മളെ ഗുണ്ടാ സംഘത്തിൽ എടുത്തല്ലേ, ഇവിടെ അവർക്ക് കൊട്ടേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള പരിശീലനം കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. എന്നാ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ ഒരു അടവ് പറഞ്ഞു കൊടുത്തല്ലേ ഇവരുടെ ദേഹങ്ങളവും ഇളയക്കന്മാർക്ക് വിശക്കും. അപ്പൊ ആഹാരം കൊടുക്കണം. എവിടെ നിന്ന് കൊടുക്കും? ഇവിടെ അണ്ണന് കഴിക്കുള്ള ആഹാരം മാത്രമല്ലേ ഉള്ളൂ. തന്നെയല്ലേ ദേഹം ഇളങ്ങാത്ത നല്ല എന്തെങ്കിലും എക്സർസൈസ് കൊണ്ട് പറഞ്ഞോട്. സത്യം തന്നെ, ഞാൻ തന്നെ ഉരിയ പഴിഞ്ഞ കഞ്ഞോളം കുടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ദേഹം ഇളകാത്ത രീതിയിലുള്ള പരിശീലനം പറഞ്ഞോട്. ഓക്കെ ബോയ്സ്, നിൽക്കൂ, റെഡി? ഞാൻ പറഞ്ഞോളൂ ചെയ്യണം കേട്ടോ. അപ്പോ ഫസ്റ്റ് വലത് കൈ, ഹോയ് 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 ഹോയ്. എന്നാ നിങ്ങൾ എന്തോന്നാണ് ഈ കാണിക്കണത് ഇവിടെ? എടാ നീ എന്തോന്ന് എന്നോട് പറഞ്ഞത്? ദേഹം ഇളകാത്ത എക്സസൈസ്. നമ്മളൊരു കൊട്ടേഷന് പോകുമ്പോ മുതലൊരു വെട്ട് കിട്ടിയാൽ എങ്ങനെ ഓടി രക്ഷപ്പെടാം? കണ്ടാ ദേഹം ഇളകാത്ത എക്സസൈസ് ആണ്. അത് ശരി. ബോയ്സ് സ്റ്റോപ്പ് ഇറ്റ്. കീഴടങ്ങിട്ട് അകത്ത് പോയി വെട്ടി മരിച്ചോളൂ. ഓക്കെ പൊക്കോ പൊക്കോ പൊക്കോ. അന്നാ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ സണ്ണിയെണ്ണം ഭയങ്കര ക്രൂരൻ തന്നെ അല്ലേ? ഓ ഭയങ്കര ക്രൂരനടാ, ഭയങ്കര ക്രൂരനാണല്ലേ? പിന്നെ രക്തം കണ്ട അറപ്പ് മാറിയവൻ. അത്രയ്ക്ക് ധൈര്യമാണ്. രക്തം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചാ കിട്ടൂല. അപ്പോൾ തന്നെ തലകറക്കം വരും. ഓട്ടോ വിളിച്ച് വീട്ടിൽ പൊക്കളെ. ഞാൻ പിറക്കെ ഓടിയിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഈ പെണ്ണുങ്ങളാണ് ഇഷ്ടമല്ലേ? ഭയങ്കര വിരോധമാണ്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ടാകാട്ട രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ പ്രേമിച്ച് അവര് തേച്ചിട്ട് പോയി. അതിനുശേഷം ഭയങ്കര ദേഷ്യമാണ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞ. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ മനസ്സാണ്. നമുക്ക് പൂച്ചയെ പോലെ കൈവെള്ളെ കൊണ്ട് നടക്കാം. ഓ സണ്ണിയെണ്ണം വരണ്ട. അനീ സുനി, പുതിയൊരു ന്യൂസ് പറയാനുണ്ട്. ഏത് ചാനലിലെണ്ണ? അല്ല പുതിയ ന്യൂസ് പറയാൻ പോണെന്ന് പറഞ്ഞു. എന്ത്? ഏത് ചാനലില്? എടാ ഒരു പുതിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്ക് പുതിയൊരു കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നു. പിന്നെ നാളെ തന്നെ നമുക്ക് ക്വാർട്ടേഴ്സിലോട്ട് മാറിയിട്ട് എനിക്കൊരു പ്രത്യേക ബെഡും ഒരു ഫ്രിഡ്ജും തരണം. ആർക്ക്? അന്ന ഇപ്പൊ പറഞ്ഞു നമുക്ക് ക്വാർട്ടേഴ്സ് കിട്ടിയെന്ന്. ക്വാർട്ടേഴ്സ് അല്ല, പുതിയ കൊട്ടേഷൻ. 15,000 രൂപയുടെ പുതിയ കൊട്ടേഷൻ കിട്ടിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ചോദിച്ചു. നമുക്ക് ഈ ഭീകര പ്രവർത്തനവും അക്രമം കൊട്ടേഷനൊക്കെ നിർത്തിയിട്ട് പല ലോൺ കൊടുത്തല്ല കൂടുതൽ ദിവസവും ചെയ്ത് ജീവിച്ചാ പോരേണ. എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. സമാധാനം കിട്ടണം, സ്വസ്ഥത വേണം. ഈ വാർദ്ധക്യത്തിൽ നമുക്ക് ആ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാം. നിന്റെ പ്ലാൻ എന്താന്ന് പറയും? ഞാൻ ബാങ്കിൽ നിന്ന് എത്ര ലക്ഷം വേണമെങ്കിലും എനിക്ക് ലോൺ കിട്ടും. നല്ല കുടിൽ വ്യവസായം ഉണ്ട്. എന്ത് കുടിൽ വ്യവസായം? ബോംബ് നിർമ്മാണം. നിങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാടാ. ബോധമുണ്ടോ? അണ്ണാ എന്താണോ പറഞ്ഞ? ബോധമുണ്ടോ? നിങ്ങൾക്ക് ബോധമുണ്ടോന്നല്ലേ? നമ്മള് മണ്ടന്മാരെന്ന്. ഞങ്ങള് മണ്ടന്മാരെന്നല്ലേ? അണ്ണൊരു കാര്യം ആലോചിക്കണം. അണ്ണന്റെ തലയ്ക്ക് സർക്കാർ 10 ലക്ഷം രൂപ വിലയിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തില്ലല്ലേ? ഞങ്ങള് കാണിച്ചു കൊടുത്തില്ല. അനീ സുനി, നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേടാ? ഇഷ്ടമായതുകൊണ്ടല്ലെന്ന തലയ്ക്ക് 10 ലക്ഷം വിലയിട്ട് ഉടലിനും കൂടെ 10 ലക്ഷം ഇടയാണെങ്കിൽ ഒരുമിച്ചൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇന്നലെ പോസ്റ്റ് ഓഫീസിന്റെ പുറകിൽ പോയി 2 ലക്ഷം രൂപയും 25,000 രൂപയുടെ ആഭരണം മോഷ്ടിച്ച ആ പെട്ടി എവിടെ? എവിടെ? എനിക്ക് കാണണം. സുരക്ഷിതമായിട്ട് അവിടെ തന്നെ സണ്ണിയണ്ണന്റെ കൊട്ടാരത്തിൽ ഒരു മാനാണെങ്കിൽ ഉച്ച കറി വയ്ക്കാണ്. അതല്ലെന്ന് അണ്ണന് ഇഷ്ടമില്ലാത്ത ഒരാള്, ഒരു പെണ്ണ്. പെണ്ണാണെങ്കിൽ ഒരു കാര്യം ചെയ്തു, അല്ല കൊട്ടേഷൻ ആയിരിക്കും. അത് നിങ്ങൾ ഡീൽ ചെയ്തു, ഞാൻ അപ്പുറം ഉണ്ടാവും. നോക്ക്, ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. സണ്ണി? അതെ സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട. അപ്പോ 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടട്ടെ. അതെന്തിനാ? ആ സിനിമയിൽ ഇങ്ങനെ സണ്ണിക്കുട്ടാന്ന് വിളിക്കുമ്പോ 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടാൻ പറയും. അതൊന്നും വേണ്ട, മാറിക്കങ്ങോട്ട്. ആരാടി നീ? എന്നെ മനസ്സിലായി. എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. നല്ല മുഖം, കുഴപ്പമൊന്നുമില്ല. പറ അതല്ലെന്ന്. എന്തെന്ന്? ഒന്ന് ഓർത്ത് നോക്ക്. എനിക്ക് ഓർക്കാൻ സമയമില്ല. എനിക്ക് പെണ്ണെന്ന് പറഞ്ഞ ഭ്രാന്താണ്. ആരാടി നീ? എന്താണ്? പറ, ചോദിക്ക.
മനസ്സിലായി, നിങ്ങളെ സെറ്റപ്പാണല്ലേ? വൃത്തികെട്ടവനെ, നിനക്കറിയാലോ എന്റെ സ്വഭാവം. സ്ത്രീയുടെ മുഖത്ത് ഞാൻ നോക്കത്തില്ല. ആരാടി നീ? പോടി. സണ്ണിയാണ് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. ഞാനൊരു ക്ലൂ തരട്ടെ. ആ. കൊട്ടാരത്തിലില്ല, കൂടാരത്തിലുണ്ട്. പാറയിലില്ല, തറയിലുണ്ട്. റവയിലില്ല, റാണിയിലുണ്ട്. കണ്ടുപിടി. മനസ്സിലായി, അന്നത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. കണ്ടി. ആരാണെന്നോ? പൂതറ. കൂതറ നിന്റെ തന്ത ശിവശങ്കരൻ പിള്ള. എന്റെ എന്റെ തലയ്ക്കകത്ത് എന്താടാ? മണ്ണാണോ? കളിമണ്ണ്? എടാ, അതൊന്നല്ല. എന്താടാ? കൊല്ലണോടാ എന്നെ? എന്നെ കൊല്ലണോ? വെട്ടിക്കൊല്ലടാ, എന്നെ വെട്ടിക്കൊല്ലടാ. കൊല്ല്, കൊല്ല്, പിടി, എന്നെ കൊല്ല്. അനി, സുനി, എന്നെ വെട്ടിക്കൊല്ലാൻ പറ. അനി, സുനി, എന്നെ വെട്ടിക്കൊല്ലാൻ പറ. നമ്മളെ പേര് പറഞ്ഞ അണ്ണാ. അപ്പൊ നമ്മളെ പറ്റി എല്ലാം ഈ കൊച്ചിരുന്ന് പറഞ്ഞു കൊടുത്തല്ലേ? പറയണ ആരണ്ടാ ഇപ്പൊ പെണ്ണ്? എനിക്ക് ആരാന്നറിയില്ല. എനിക്ക് ആരാന്നറിയില്ല. പറയടി, നിന്റെ പേരെന്താണ്? പേര് ഞാൻ പറയില്ല. അതെന്റെ സണ്ണിച്ചേട്ടൻ തന്നെ കണ്ടുപിടിക്കണം. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാക്ക് ബെഞ്ചിലിരുന്ന് ആ പൊടിമീശക്കാരൻ പയ്യനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ മൂക്കളും ഏൽപ്പിച്ചു നിന്ന ആ ഉണ്ടക്കണ്ണി പെണ്ണിനെ. സണ്ണിച്ചേട്ടാ, ഒരു 10-20 വർഷം ബാക്കിലേക്ക് പോകാമോ? 10 വർഷം ബാക്കിലോട്ട് പോവായി. വലിയ ചെലവൊന്നുമില്ലല്ലോ, നമുക്ക് ബാക്കിലോട്ട് പോവാം. ആലോചിച്ച് നോക്ക്. അണ്ണാ, അണ്ണന് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ ഒരു 35 വയസ്സ്. 35. അപ്പൊ 20 വർഷം പുറകോട്ട് പോയാ 15 വയസ്സ്. 15 വയസ്സ്. അപ്പൊ അണ്ണ ഇവിടെ പഠിക്കുന്നത്? സ്കൂളിൽ പഠിക്കണം. അണ്ണാ, ഇതാരെന്ന് മനസ്സിലായ? ഇല്ല. അണ്ണന്റെ കൂടെ സ്കൂളിൽ പഠിച്ച അണ്ണന്റെ കൂട്ടുകാരി. സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പഠിച്ച പേര് പറ. പേര് സ്കൂളിൽ പഠിച്ച സരോജിനി നായിഡു. സരോജിനി നായിഡു. സരോജിനി നായിഡുവാ? സ്കൂളിൽ പഠിച്ചല്ലേ? ഓ, നിങ്ങൾ അന്നും കോമഡി തന്നെ, ഇന്നും കോമഡി തന്നെ. അല്ല, എനിക്ക് അതൊന്നും അല്ല. നിന്റെ പേര് പറവണ്ണേ. പേര് പറയാം. ഒരു ക്ലൂ കൂടെ തരട്ടെ. അതാ. ഈ സണ്ണിച്ചേട്ടനെ നല്ലോണം വരയ്ക്കുമായിരുന്നു. നമ്മളത് പറഞ്ഞിട്ടില്ലേ? സത്യം പറഞ്ഞത് ഗുണ്ടയാവേണ്ട ആളല്ല, ലോക പ്രശസ്തനായ ഒരു വരക്കാരനാവേണ്ടതാ. നന്നായിട്ട് പടം വരയ്ക്കുവായിരുന്നല്ലേ? അത് പണ്ട് ചെറുപ്പത്തിൽ വരയ്ക്കും. ഇപ്പം നമ്മുടെ ജോലി വേറെ. അല്ല, അണ്ണ എവിടെ വരയ്ക്കണത്? മൂത്രപ്പേരയില് ഇപ്പോഴും വരയ്ക്കാറുണ്ടോ? ആ മൂത്രപ്പേരെ പൊളിച്ചു മാറ്റി. ഇപ്പൊ വരാനില്ല. അതെ, യോ, സത്യം പറഞ്ഞ ഞാൻ നിങ്ങളെ കാണാൻ വന്നതേ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നീ എനിക്ക് എന്താവശ്യം പറ. കൈ വെട്ടണോ? കാല് വെട്ടണോ? ഇനി ബോംബ് വെക്കണോ? എല്ലാത്തിനും അനിയ സുനിയ ഉണ്ടല്ലോ. അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഈ പോസ്റ്റ് ഓഫീസിന്റെ പുറകിൽ എന്റെ വീട്. അടുത്ത മാസം എന്റെ അനിയത്ര കല്യാണ. ഏതോ ദുഷ്ടന്മാര് കേറി ഇന്നലെ 25 പവനും 2 ലക്ഷം രൂപ അവിടുന്ന് കട്ടുകൊണ്ട് പോയി. പോസ്റ്റ് ഓഫീസിന്റെ പുറകില് 2 ലക്ഷം രൂപ, 25,000 പവൻ, 25 പവൻ. അതെ. അനീസുനി, അനീസുനി, അനീസുനി. ഇവിടെ വരൂ. എടാ, 2 ലക്ഷം രൂപയും 25 പവനും എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് മോട്ടിക്കാൻ നിങ്ങളൊക്കെ ആരും പറഞ്ഞില്ല. അണ്ണന്റെ കൂട്ടുകാരുടെ വീടൊന്നും അറിഞ്ഞില്ലല്ലോ. സന്തോഷമായിട്ട് അങ്ങോട്ട് കൂടെ അങ്ങോട്ട്. ക്ഷമിക്കണം, അയ്യോ, ക്ഷമിക്കണം. എത്രമാത്രം ക്ഷമ പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. എടുത്തു. ഒരുപാട് സന്തോഷായി. എടുത്തോ. ഞാൻ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല സാർ. ഞങ്ങളോട് ക്ഷമിക്കണം, അവരോടും ക്ഷമിക്കണം. ഞാൻ അവരോടൊരു താങ്ക്സ് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. താങ്ക്സ് പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സാരമില്ല, നിങ്ങളോട് താങ്ക്സ് പറയാനാ ഞാൻ വന്നത്. എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി മേലാക്കം എന്റെ സണ്ണിയായിട്ടല്ലോണ്ടത് എനിക്ക് തിരിച്ചു കിട്ടി. ഇല്ലായിരുന്നെങ്കിലോ എന്റെ അനിയത്ര കല്യാണം മുടങ്ങില്ലായിരുന്നോ? പോട്ടെ, വിവരക്കേടുകളാ. സണ്ണിയേട്ടാ, എന്തു? നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫി എടുക്കാം. എന്റെ ഫോണിൽ സെൽഫി എടുക്ക്. എന്താ, എങ്ങനെ? വാളെടുക്ക്. വാളെടുത്ത് സെൽഫി. സണ്ണിയേട്ടെന്ന് പറഞ്ഞ എനിക്ക് പണ്ടേ ക്രൈസാ. എന്റെ കഴുത്തിൽ വേ, എന്റെ കഴുത്തിലോട്ട് വേ. കഴുത്തി വെക്കാനോ? ഡോണല്ലേ, കഴുത്ത് വെച്ചോട്. ഇങ്ങനെ വെട്ടുന്ന പോലെ വേണോ? വെട്ടുന്ന പോലെ. അതെ. റെഡി, ആക്ഷൻ. കിട്ടിയോ? അത് മതി. ഞാൻ പോട്ടെ. നീ പോവാണോ? ഞാൻ എന്താ ഇനി തിരിച്ചു തരാ? എന്താ തരിക? എന്ത് തിരിച്ചു തന്നാലും മതിയാവില്ല. പോട്ടെ സണ്ണിയേട്ടാ, പോവാണോ? പോട്ടെ. മറ്റുള്ളവനെ പോട്ടെ. പിന്നെ ഇത് ഞാൻ കൊറേ കാലായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നടന്നതാ. എന്നതാ? സണ്ണിച്ചേട്ടനെ എപ്പോ കാണുന്നോ അപ്പൊ തരാം.
നീ എന്നും പറയണ്ട. നീ ഇത്രയും നേരമായിട്ട് എന്നോട് നിന്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടമാണ്. എല്ലാം ഇതിനകത്തുണ്ട്. എന്റെ ഹൃദയ ഇത്. ഫോൺ നമ്പറും ഉണ്ടോ? അതും ഉണ്ട്. എന്നാ എനിക്ക് തന്നിട്ട്. ഇത് സൂക്ഷിക്കണേ. സൂക്ഷിക്കാം. എവിടെയും കളയരുത്. ഇല്ല. പോട്ടെ. പൊക്കോ. എന്റെ അമ്മ വായിച്ചിട്ടില്ല. ഒരു സ്നേഹം, ഒരു പെണ്ണിന്റെ ഗന്ധം എന്നൊക്കെ പറയുന്ന ഇതാ. എടാ ചെറ്റേ. ചേട്ടാന്നായിരിക്കും. അല്ല ചോട്ടെ. അപ്പൊ പിന്നെ അക്ഷരപ്പിശാചല്ല. അതല്ല, വായിച്ചോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഇല്ലായ്മയിലും വല്ലായ്മയിലും കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കുന്നതാ ഞങ്ങളുടെ സമ്പാദ്യം. ബുദ്ധി ഉപയോഗിച്ച് അതെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ബുദ്ധിയുള്ള കുറച്ചു പേർ കൂടി ഇതെന്നാണ് എഴുതിയേക്കുന്നത്? ഇങ്ങനെയുള്ള നാട്ടിലുണ്ടെന്ന് നീ ഓർക്കണം എന്ന് നിന്നോടൊപ്പം പഠിക്കാത്ത കൂട്ടുകാരി. ദൈവമേ, അണ്ണാ നിങ്ങളെ കൂട്ടുകാരായിരുന്നില്ല അവള് നമ്മളെ പറ്റിച്ചിട്ട് പോയതാ. അവള് നമ്മളെ ചതിച്ചടാ. ചതിച്ചണ്ണാ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പോലീസിനെ വിളിക്കണ. അയ്യോ അണ്ണാ, പോലീസിനെ വിളിക്കാൻ പറ്റൂല. അതെന്താ? അണ്ണാ, അവള് സെൽഫി എടുത്ത കണ്ട കഴുത്തിന് വാട് വെച്ചാണ് സെൽഫി എടുത്തേക്കണത്. അവളെ ഫോട്ടോ കൊണ്ടു കാണിച്ചാൽ നമ്മളകത്താ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായടാ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റത്തില്ല. ഹുക്കും സണ്ണിക്ക ഹുക്കും.